മുസ്ലിങ്ങൾക്കിടയിലെ വിവാഹമോചനങ്ങൾക്കായി കേന്ദ്ര സർക്കാർ പുതിയ നിയമം നിർമ്മിക്കുമെന്ന് അറ്റോർണി ജനറൽ മുകുൾ റോത്തഗി. ഖുർആനിന്റെ അടിസ്ഥാനത്തിലല്ല, ഭരണഘടനാപരമായി മുത്തലാഖ് നിലനിൽക്കുമോ എന്നതാണ് കോടതി പരിശോധിക്കേണ്ടതെന്നും അദ്ദേഹം വാദിച്ചു. എന്നാൽ ഭരണഘടന മാത്രമല്ല, ന്യൂനപക്ഷങ്ങൾക്കായുള്ള നിയമങ്ങളും നോക്കേണ്ടതുണ്ടെന്ന് കോടതി പറഞ്ഞു. സൗദി അറേബ്യ ഒഴികെയുള്ള എല്ലാ മുസ്ലിം രാജ്യങ്ങളിലും മുത്തലാഖ് നിരോധിച്ചിട്ടുണ്ട്. മൗലികാവകാശങ്ങളുടെ അടിസ്ഥാനത്തിൽ മുസ്ലിം വ്യക്തി നിയമങ്ങളെ പരിശോധിക്കണം. അങ്ങനെ പരിശോധിച്ചാൽ മുത്തലാഖ് റദ്ദാക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ലെന്നും അറ്റോർണി ജനറൽ പറഞ്ഞു. തുടർന്നാണ് മുത്തലാഖ് റദ്ദാക്കിയാൽ പകരം പരിഹാരമെന്തെന്ന് കോടതി ചോദിച്ചത്. മുസ്ലിം വിവാഹമോചനങ്ങൾക്കായി പുതിയ നിയമം 3 മാസത്തിനകം കേന്ദ്ര സർക്കാർ കൊണ്ടുവരുമെന്ന് AG അറിയിച്ചു. എല്ലാത്തരം തൊലാഖുകൾക്കും കേന്ദ്ര സർക്കാർ എതിരാണെന്നും AG പറഞ്ഞു. ഹിന്ദു വ്യക്തി നിയമങ്ങളിൽ നിരവധി പരിഷ്കാരങ്ങൾ ഇതിനകം തന്നെ ഭരണഘടനാനുസൃതമായി ഉണ്ടായിട്ടുണ്ട്. മുസ്ലിം വ്യക്തി നിയമങ്ങളിൽ മാത്രമാണ് മാറ്റമില്ലാത്തതെന്നും അദ്ദേഹം വാദിച്ചു. മുത്തലാഖ് ഇസ്ലാമിന്റെ ഭാഗമല്ലെന്ന് തെളിയിക്കൂ എന്ന കോടതി പരാമർശത്തിന് മറുപടിയായി ഖുർആൻ വ്യാഖ്യാനമല്ല, ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ മുത്തലാഖ് നിലനിൽക്കുമോ എന്ന് പരിശോധിക്കലാണ് കോടതിയുടെ ജോലിയെന്ന് AG പറഞ്ഞു. തങ്ങൾ ഭരണഘടനയുടെ മാത്രമല്ല, ന്യൂനപക്ഷ നിയമങ്ങളുടെ സംരക്ഷകർ കൂടിയാണെന്ന് കോടതി തിരിച്ചടിച്ചു. മുത്തലാഖല്ല, പുരുഷ കേന്ദ്രീകൃത വ്യവസ്ഥയാണ് മുസ്ലിം സ്ത്രീകളുടെ വിവേചനത്തിന് കാരണമെന്ന് മുസ്ലിം വ്യക്തി നിയമ ബോർഡിന് വേണ്ടി കപിൽ സിബൽ വാദിച്ചു. മീഡിയ 1 ഡൽഹി.